നമ്മുടെ പുതിയ വ്ളോഗിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോവാം. ഇപ്പോൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ രണ്ടാളും കൂടി പോവാം. അപ്പം നമ്മൾ രണ്ടാളും പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോവാം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഞങ്ങൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ താഴത്തേക്ക് എത്തിയ പോകുമ്പോൾ ഞാൻ പാട്ട് പാടാൻ നോക്കി. പാട്ട് പാടിയിട്ട് നടക്കുന്നില്ല. കണ്ടപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് തന്നെ മുമ്പ് വരുമ്പോൾ കാറിൽ പാട്ട് നടക്കില്ല. പിന്നെ നമ്മൾ ഫോണിൻ്റെ ചാർജറിൻ്റെ കേബിൾ അത് മറന്നു. സോ ഞങ്ങൾ ഒന്നുകൂടി റിട്ടേൺ റൂമിൽ പോയി. പിന്നെ വാച്ചിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ആയി. ഇത് മാറ്റിയിട്ട് വരുമായിരിക്കും വ്ളോഗും കൊണ്ട്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോകാം. വ്ളോഗ് ഡ്രസ്സ് എടുക്കാൻ പോകണം. പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകും. പക്ഷേ കല്യാണത്തിനും പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോകാം. ഈ കല്യാണത്തിൻ്റെ വൈബ് ഇങ്ങനെ തലയിൽ ഇരുന്നിട്ട് ഇപ്പോഴും കല്യാണത്തിന് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വ്ളോഗാണിത്. അപ്പോൾ വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം റമീസ് ആൻഡ് ദിസ് ഈസ് മൈ ഹസ്ബൻഡോ വൈഫ് അലീന. എന്തൊക്കെ വ്ളോഗാണ്! ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ വ്ളോഗ്, ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വ്ളോഗ്, ഇങ്ങനത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിലും കണ്ടാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഒന്നുമില്ല. പിന്നെ ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കുക. ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ ഈ എടപ്പള്ളി പോകണമായിരിക്കും. ഞങ്ങൾ ഇപ്പോഴും പോയോണ്ടിരിക്കുക. വേറെ ഒന്നുമില്ല പറയാൻ. അപ്പോൾ എന്തെന്നെ പറഞ്ഞോണ്ടിരിക്കുക. നമ്മളിങ്ങനെ അവിടെ എത്തിയിട്ടും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡ്രസ്സ് എടുക്കും, അത്രേ ഉള്ളൂ. എന്നാലും നിങ്ങളിരുന്ന് കാണുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഷർട്ട് കിട്ടിയില്ല, ഇവൾക്ക് കിട്ടിയില്ല. അതും നമ്മൾ ട്രയലൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. ഇവൾ വിടാൻ പോയി. പ്രാർത്ഥനയിൽ ഞങ്ങൾ ഭയങ്കര ഷൈയാണ് ആൾക്കാരുടെ മുമ്പിൽ. അതുകൊണ്ടാണോ. പക്ഷെ എന്തല്ലോ ഞങ്ങളിങ്ങനെ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ വന്നേക്കണം. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് സംഭവം. നമ്മൾ ഡ്രസ്സ് എടുത്ത് അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് നമ്മളിപ്പോൾ അടുത്ത പരിപാടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തു. മറ്റേ ആ സാധനം കൂടി മേടിക്കണം. പക്ഷേ പിന്നെ അതിന് ശേഷം എനിക്കൊരു ഷർട്ടും കൂടി മേടിക്കണം. അപ്പം നമ്മൾ വ്ളോഗ് എടുക്കുന്നവരൊക്കെ ഇങ്ങനെയാണ് പറയുക. എല്ലാവരും നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതിലെന്തോ ഉണ്ട്. ഞങ്ങൾ അതിലും കൂടി പോയി എടുത്ത് കാണിച്ചിടാം. എനിക്ക് എന്തോ ഇങ്ങനെയൊക്കെ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് എനിക്ക് ടീഷർട്ടും കൂടി എടുത്താൽ പക്ഷേ ടീഷർട്ടല്ല ഞാൻ ഷർട്ട് എടുക്കണം. അപ്പം ഞാനിപ്പോൾ വിചാരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു എന്നാ തോന്നണേ. കാരണം നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഒരു ഷർട്ടും കൂടി ഇട്ടുണ്ട്. അത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്താ പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെ എനിക്കും ഷർട്ട് കിട്ടി. എനിക്ക് അടിപൊളി ഷർട്ടൊന്നുമല്ല, ഇവൾക്കാണ് സൂപ്പർ ഷർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പൊ നമ്മള് ഇനി എന്താ പരിപാടി? ഇനി ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണോ, ഫ്ലാറ്റിൽ പോണോ, നമ്മള് കിടന്നുറങ്ങണോ. അതാണ് ഇന്നത്തെ വ്ളോഗ്. അങ്ങനെ വ്ളോഗ് എൻജോയ് ചെയ്യണോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സൂപ്പർ സ്ഥലത്തേക്ക് വന്നേക്കാണ്. സൂപ്പർ സ്ഥലം ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന ബൊഫറ്റാണ്. ബൊഫറ്റ് ഭയങ്കര സീനാണ്. ഇവിടെ എല്ലാവരും അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അതേപോലെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളും ഫുഡ് കഴിച്ചിട്ട് ഐ തിങ്ക് അലീന ഇവിടുത്തെ ഫുഡ് ഒറ്റയടിക്ക് തീർക്കുന്നുണ്ട്. അവളിതാ അപ്പം 3ാമത്തെ സെറ്റാണ് എടുക്കാൻ പോണത്. ഈ ഹോട്ടലുകാരൻ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനും അലീനും ജസ്റ്റ് ഒന്ന് തല്ലൂടി. എന്നാലും നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണതുകൊണ്ട് മാത്രം ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ എനിക്ക് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലാന്ന്. പക്ഷേ സ്നേഹം എന്തോ സംബന്ധം ഇല്ലാത്തത് കൊണ്ടാന്ന് ആരും വിചാരിക്കരുത്. എനിക്ക് ഭയങ്കര സ്നേഹം. ഞാൻ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് യൂട്യൂബിൻ്റെ വൈൻഡപ്പ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ ബെല്ലൈക്കണൊക്കെ വേണമെങ്കിൽ അമർത്തിക്കും. എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ. അപ്പോൾ ഇന്ന് വ്ളോഗിൻ്റെ ബാക്കിയാണ്. കാരണം അലീന എടുത്ത ഡ്രസ്സ് രണ്ടും കൊള്ളത്തില്ല. അലീന ഇട്ട് നോക്കിയപ്പോൾ അലീന ശരിക്കും മണ്ടത്തിയിട്ടാണ് നിൽക്കണേ. പക്ഷെ എൻ്റെ ഡ്രസ്സ് സൂപ്പർ. രണ്ടെണ്ണം എടുത്ത് രണ്ടെണ്ണം മണ്ടത്തരാണ് കാണിച്ചു കൊടുക്കുന്നത്. 2 മണ്ടത്തരം. പിന്നെ ഞങ്ങൾ ഇന്നൊരു മൂവി ഡേറ്റിനും കൂടി പോവാണ്. അല്ല അലീന മണ്ടത്തി ചോദിക്കുകയാണ്. ഞങ്ങള് നെറ്റില്ലാണ്ട് മേപ്പിടാൻ പറ്റുമെന്നത് ഈ അലീന മണ്ടത്തി എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നെറ്റില്ലാണ്ട് എങ്ങനെ മേപ്പിടാൻ പറ്റുക? അവള് ശരിക്കൊരു മണ്ടത്തി. എന്താ ചെയ്യണം. അപ്പോൾ നമ്മള് ഇന്നെന്താണ്
നമ്മൾ ഇന്ന് മൂവി ഡേറ്റിന് പോകണം ആഫ്റ്റർ ലോങ് ടൈം. നോക്കണം കൂടിയില്ല കണ്ടോ. ഞാനിവിടെ വ്ലോഗ് എടുത്ത് ഞാൻ മണ്ടന്മാരെ പോലെ ഇരുന്ന് പറയും ഒന്ന് നോക്കിക്കൂടെ. പറയുമ്പോൾ അന്ന് നോക്കിയിട്ട് കാര്യമില്ല. സബ്സ്ക്രൈബേഴ്സ് ഇവളെ ആരും ഇഷ്ടപ്പെടണ്ട, എല്ലാവരും എനിക്ക് മാത്രം ലൈക്ക് തന്നാൽ മതി. ഇങ്ങനെ തിയേറ്ററിലെത്തി ഞങ്ങൾ എമ്പുരം കണ്ടിട്ട് വരാം. എമ്പുരം ഇത് കഴിഞ്ഞിട്ട് നമ്മളെ റിവ്യൂ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് പണിപാളി മണ്ടന്മാരായി. തിയേറ്റർ മനുഷ്യകം എമ്പുരാൻ്റെ എഫക്റ്റ് അങ്ങനെ മാറിക്കിട്ടി. നിങ്ങളങ്ങനെ പടം കണ്ടിറങ്ങിയേക്കാണ്. അലീന പറയും പടം എങ്ങനെ പടം പറ സൂപ്പറാണ്. ഇങ്ങനെ ഒന്നല്ലായിരുന്നു, അവിടെ കിടന്ന് കൂവായിരുന്നു. അത്ര സീൻ പടം മസ്റ്റ് വാച്ചാണ്. അതും തിയേറ്ററിൽ തന്നെ അല്ലേ, മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ. സംഭവങ്ങൾ കുറേ ഉണ്ട്, അടിപൊളിയാണ്, സൂപ്പർ പടം. പിന്നെ ഒരു സംഭവം ഉള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങൾ കയറിയത് ബോസായിട്ടുള്ളൊരു തിയേറ്ററായിരുന്നു. ആളും ഇല്ല, ഒരു സൗണ്ട് പോലും ഉണ്ടായില്ല. ഞങ്ങൾ രണ്ടാളും മാത്രം പോവുക, വേറെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അലീനയുടെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഞങ്ങൾ പിന്നെയും ഞങ്ങൾ വന്നേക്കാണ്. ഞങ്ങളുടെ ഡേറ്റാണ് മൂവി വീഡിയോ മുന്നോട്ട് പോകണം. ഇനിയും ഫുഡ് കഴിക്കാം. അപ്പോൾ ശരിക്കും വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ്.